ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് വിദൂര സാധ്യതയുണ്ടെന്ന് ഇപ്പോഴും അങ്ങനെ ഒരു തള്ളിക്കളയാൻ കഴിയില്ല. അതിനൊരു സാധ്യതയുണ്ടെന്ന് നമ്മുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതായി കേൾക്കുന്നു. അതങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ആ വിജയ്, അങ്ങനെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സാധ്യത അത് ഫലവത്താകാൻ തന്നെയാണ് കാരണം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സമ്പന്ന രാഷ്ട്രവും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും പൂർണ്ണമായ ഒരു ബന്ധം വിച്ഛേദിക്കൽ അത് പ്രായോഗികമല്ല. രണ്ട് രാഷ്ട്രങ്ങൾക്കും അത് ഒരിക്കലും ഗുണം ചെയ്യില്ല. ആ ഒരു തിരിച്ചറിവ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രായോഗികമായ ഒരു വ്യാപാര കരാറിലേക്ക് എത്തും എന്നുള്ള സൂചന നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഫെബ്രുവരിയിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയത്. ഇതിനോടകം തന്നെ 5 റൗണ്ട് ചർച്ചകൾ നടന്നു. പക്ഷേ അതിലൊന്നും ഒരു ധാരണയിലെത്താൻ പറ്റിയില്ല. ഇതിനുശേഷം ട്രംപ് ഇന്ത്യക്കെതിരെ നികുതി പ്രഖ്യാപിച്ചതിന് ശേഷവും കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഡൽഹിയിൽ അമേരിക്കൻ സംഘം വന്ന് ചർച്ച നടത്തും എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് നിലപാട് കടുപ്പിച്ചു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തായപ്പോൾ ആ ഒരു ചർച്ച റദ്ദാക്കി, അത് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഉടനെയൊന്നും ഒരു വ്യാപാര കരാർ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പം നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടുകളാണ് പ്രശ്നം. കാരണം ഈ 5 വട്ട ചർച്ചകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യയുടെ കടുത്ത നിലപാടുകൾ മൂലം ഇന്ത്യ തന്നെയാണ് ആ ചർച്ചകൾ അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അവിടെ നിന്ന് വേദി വിട്ടിറങ്ങിയത് ഇന്ത്യയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അതിന് കാരണം അമേരിക്ക ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു. അതായത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് ജനിതക പരിവർത്തനം വരുത്തിയ കാർഷിക വിഭവങ്ങൾ, അമേരിക്കയുടെ ഡയറി ഉൽപ്പന്നങ്ങൾ, അതായത് പാലും പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ നികുതി രഹിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രമാണ്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതും കൂടുതലും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്നുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും, നമ്മുടെ ചെറുകിട സംരംഭകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ഈ കാരണത്താലാണ് ഇന്ത്യ ആ വ്യാപാര കരാറുമായി സഹകരിക്കാതിരുന്നത്. അപ്പോൾ ഇവിടെ പീയൂഷ് ഗോയൽ പറഞ്ഞത് പ്രകാരം വരുന്ന നവംബറോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് അദ്ദേഹം തരുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നും പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് ഇതിനോടകം തന്നെ വ്യാപാര കരാർ ധാരണയായിട്ടുണ്ട്. മൗറീഷ്യസ്, ഓസ്ട്രേലിയ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, ഐസ്ലാൻഡ്, UK, UAE തുടങ്ങിയ കക്ഷികളുമായിട്ട് വ്യാപാര കരാർ ആയിട്ടുണ്ട്. ഇതിൽ UKയുടെ കരാർ വളരെ നിർണായകമാണ്. കാര്യം അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടും നമ്മൾ ചർച്ചകൾ നടക്കുന്നു. അവരുമായിട്ട് ഒരു കരാറിലേക്ക് എത്തും എന്നുള്ളതാണ്. വരുന്ന 8-ാം തീയതിയാണ് അന്തിമ വട്ട ചർച്ചകൾ, അല്ലെങ്കിൽ അടുത്ത റൗണ്ട് ചർച്ചകൾ വരുന്ന 8-ാം തീയതിയാണ് നടക്കുക. അവിടെയും ഇത്തരത്തിലൊരു ഗുണപരമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നമുള്ളത് അമേരിക്കയുടെ താല്പര്യങ്ങൾ ഏത് രീതിയിൽ ഇന്ത്യക്ക് അംഗീകരിക്കാനാകും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയെ അനുനയിപ്പിക്കാൻ വേണ്ടി കുറേ കൂടി ഉദാരമായ വ്യവസ്ഥകൾ അമേരിക്കയ്ക്ക് നൽകാം. പക്ഷേ അത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ കൊണ്ട് സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾ ബലി കൊടുത്തുകൊണ്ടുള്ള യാതൊരു പരിപാടിക്കും ഇല്ല എന്നാണ് പ്രധാനമന്ത്രി സുവ്യക്തമായി എടുത്തിരിക്കുന്ന നിലപാട്. എന്ത് വില കൊടുത്തും ഇന്ത്യയിലെ കർഷകരുടെ, ഇന്ത്യയിലെ ചെറുകിട ഉൽപ്പാദകരുടെ അവരുടെ താല്പര്യം സംരക്ഷിക്കും. അതിനെന്ത് നഷ്ടമുണ്ടായാലും അത് രാജ്യം സഹിക്കും എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. ഇവിടെ അമേരിക്കയുടെ ഇനിയുള്ള നിലപാടാണ് പ്രശ്നം. കാരണം അമേരിക്ക ഇത്തരത്തിലൊരു കടുംപിടുത്തം എടുക്കുമ്പോൾ തന്നെയും അവിടെയും ഈ വ്യാപാര യുദ്ധത്തിൻ്റെ പ്രതിഫലനം അമേരിക്കയിലും ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇന്ത്യ ഏതാണ്ട് 18% ഇന്ത്യയുടെ കയറ്റുമതി നേരെ അമേരിക്കയിലോട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക വിഭവങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന. പഴം, പച്ചക്കറി അടക്കമുള്ളവയാണ് ഏറിയ പങ്കും. പിന്നെ നമ്മുടെ ചെമ്മീൻ, വലിയ രീതിയിൽ ഇവിടുന്ന് ചെമ്മീൻ കയറ്റി അയക്കുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ താരതമ്യേന വിലക്കുറവാണ്. അതാണ് അമേരിക്കക്കാരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ആകർഷിക്കാനുള്ള പ്രധാന ഘടകം. അപ്പോൾ ഇന്ത്യ ആ വിപണിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിക്കേണ്ടി വരും. ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ വരുന്ന ഉൽപ്പന്നങ്ങളെ അവർ ആശ്രയിക്കേണ്ടി വരും. അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ സ്വാദോ ഗുണനിലവാരമോ ആയിരിക്കില്ല അത്തരം ഉൽപ്പന്നങ്ങൾക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ
ഇത്തരം ഗുണമേന്മയേറിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡ് അല്ലെങ്കിൽ വലിയ വിലക്കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് അവിടുത്തെ സാധാരണക്കാരായ അമേരിക്കക്കാരായിട്ടുള്ളവർക്ക് വലിയ രീതിയിൽ ഒരു ആഘാതം സൃഷ്ടിക്കുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പോകുക എന്നൊരു നിലപാടിൽ അമേരിക്ക എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ നമ്മൾ അനൗദ്യോഗിക ചർച്ചകൾ നേരത്തെ തന്നെ പല റൗണ്ട് കഴിഞ്ഞതാണ്. ഔദ്യോഗിക ചർച്ചകൾ 5 എണ്ണമേ കഴിഞ്ഞുള്ളൂ. അതിൽ ഫലവത്താകാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ രണ്ടാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ വ്യാപാര യുദ്ധം അത് ഇത്ര വലിയ തീവ്രമായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ബോധ്യമായത്. ഒന്നാം ട്രംപിൻ്റെ കാലത്ത് അദ്ദേഹം ചൈനയുമായിട്ടായിരുന്നു നേരിട്ട് വ്യാപാര യുദ്ധം നടത്തിയത്. പക്ഷേ അതിലും അമേരിക്കയ്ക്കും നഷ്ടമുണ്ടായി. അതുകൊണ്ട് ആ യുദ്ധം അല്ലെങ്കിൽ അത് രണ്ടുപേരും തമ്മിൽ ഒരു നയപരമായി പിരിയുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ റെസിപ്രോക്കൽ ടാക്സ് പ്രഖ്യാപിച്ചത് ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ്. അതിന് കാരണമായി പറഞ്ഞത് ഈ 3 രാജ്യങ്ങളും വലിയ രീതിയിൽ കള്ളക്കടത്ത് അമേരിക്കയിലേക്ക് നടത്തുന്നു. പലരും അനധികൃതമായി അമേരിക്കയിൽ വന്ന് കുടിയേറി പാർക്കുന്നു. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഈ 3 രാജ്യങ്ങൾക്കെതിരെയും നികുതി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ട്രംപ് ആദ്യം പറഞ്ഞത്. അതുകൂടാതെ അദ്ദേഹം പിന്നീട് ഈ വ്യാപാര കമ്മി, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലോട്ട് വരുന്ന ഉൽപ്പന്നങ്ങളും അതേ രാജ്യങ്ങളിലേക്ക് അമേരിക്ക കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള അന്തരം പഠിക്കാനായിട്ട് ഒരു സമിതിയെ ട്രംപ് നിയോഗിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വ്യാപാര കമ്മി ഉള്ള രാജ്യങ്ങൾക്കെതിരെ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തി. അങ്ങനെ കുറേയധികം രാജ്യങ്ങളെ അദ്ദേഹം ആ പട്ടികയിൽ ഉൾപ്പെടുത്തി. നിർഭാഗ്യവശാൽ ഇന്ത്യയും ആ പട്ടികയിലുള്ളതാണ്. എന്നിട്ട് ട്രംപ് ഒരു പ്രഖ്യാപനവും കൂടി നടത്തി. 90 ദിവസത്തെ സമയം ഞാൻ തരാം. ഈ 90 ദിവസം കൊണ്ട് ഒരു ചർച്ച ചെയ്ത് ഈ അമേരിക്കയുമായിട്ട് അനുയോജ്യമായ ഒരു കരാറിലേക്ക് ഇത്തരം രാജ്യങ്ങൾ എത്തണം എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ നിലപാട്. ഇത് പ്രകാരമാണ് ഇന്ത്യ പലവട്ടം അമേരിക്കയുമായി ചർച്ചകൾ നടത്തിയത്. പക്ഷേ അമേരിക്ക എടുത്ത ഈ നിലപാട്, കാരണം ട്രംപിൻ്റെ ആരോപണം പ്രകാരം ഇന്ത്യയാണ് ഏറ്റവും വലിയ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നുള്ളതാണ്. അപ്പോൾ ആ നികുതിയൊക്കെ പിൻവലിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം. അത് ഇന്ത്യയെ സംബന്ധിച്ച് അംഗീകരിക്കാനാവില്ല. ആ ഒരു കടുംപിടുത്തത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യ ആ നിലപാടിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിലാണ് ഈ ചർച്ചകൾ വഴിമുട്ടിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 90 ദിവസം സാവകാശം കൊടുത്ത സമയത്ത് പല രാജ്യങ്ങളും അമേരിക്ക അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ദക്ഷിണ കൊറിയ, അവർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല ബോയിങ് വിമാനങ്ങൾ കൂടുതലായി വാങ്ങിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനവും ദക്ഷിണ കൊറിയ നടത്തി. ഇതേപോലെ തന്നെയാണ് കാനഡയും നടത്തിയത്. കാനഡ അമേരിക്കയുടെ തൊട്ടയൽ രാജ്യമാണ്. പക്ഷേ കാനഡയ്ക്കെതിരെയും അമേരിക്ക വലിയ രീതിയിലുള്ള നികുതി പ്രഖ്യാപനമൊക്കെ നടത്തി. അപ്പോൾ കാനഡയും അമേരിക്കയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ പകരമായി പ്രതികാരമായി പ്രഖ്യാപിച്ച പല നികുതിയിലും കാനഡ വിട്ടുവീഴ്ച ചെയ്തു. അങ്ങനെ അമേരിക്കയുമായിട്ടൊരു ധാരണയിലെത്തുകയും ചെയ്തു. ഇതിൽ ഈ അമേരിക്ക പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധത്തിൽ ചില രാജ്യങ്ങൾക്കൊക്കെ എക്സംഷൻ കിട്ടിയിട്ടുണ്ട്, ചില രാജ്യങ്ങൾക്കൊക്കെ ഒഴിവ് കിട്ടിയിട്ടുണ്ട്. ബേസ് ലൈനായ, അതായത് അടിസ്ഥാന നികുതി ഘടനയായ 10% ഉൾപ്പെട്ട പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ മറ്റ് ചില രാജ്യങ്ങൾ, ഇന്ത്യ, ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഭീമമായ നികുതിയാണ്, താരിഫാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ഏതായാലും ഇതുമൂലം 2 രാജ്യങ്ങളും തമ്മിലുള്ള, നേരത്തെ തന്നെ ഇന്ത്യ അമേരിക്ക വളരെ സൗഹൃദ രാഷ്ട്രങ്ങളായിരുന്നു, ആ ബന്ധം പോലും വഷളായ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു ധാരണയുണ്ടാക്കാൻ അമേരിക്ക കിണഞ്ഞ് ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഒരു കരാറിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്.